ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിൻ്റെ കിഴിയിലേക്ക് പോവാം. കുറച്ചധികം വീഡിയോസ് ഇതിനു മുൻപ് ചെയ്തതുകൊണ്ട് അത് കുറച്ച് നീണ്ടുപോയത് കൊണ്ട് മത്സരിക്കാനുള്ളൊരു ആവേശമല്ല. പക്ഷെ കിഴി എടുത്തിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാനുള്ള ആവേശമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും പോരുത്, മത്സരമില്ല എന്ന് പറഞ്ഞാൽ ആരും പോരുത്. തുടങ്ങാം. ആര് പോകുന്നു? മത്സരിക്കാണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്തോന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ നായകനായ സിനിമയാണ്. ഈ സിനിമ എന്ന് വരും എന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും ജൂൺ 12 സിനിമ റിലീസാവാതിരിക്കുകയായിരുന്നു. ആ ഡേറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ജൂലൈ 18 സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നു. എല്ലാ മാസവും റിലീസുള്ള ഒരു സിനിമ, അത് ഹരിഹര വീരമല്ലു. ചിലർ ചോദിക്കുന്നുണ്ട് ധ്രുവ നക്ഷത്രമൊക്കെ അല്ലേന്ന്. പക്ഷെ അതൊന്നും ഇത്രക്ക് അനൗൺസ് ചെയ്തില്ല കേട്ടോ. ഓരോ മാസത്തില്, അതായത് ഒരു 10 ദിവസത്തിന്റെ ഡിഫറൻസിൽ ഇങ്ങനെ അടുത്ത റിലീസ് ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നിട്ടില്ല. ഇത് ജനുവരി തുടങ്ങിയതാ. അതെ, ഇതുവരെ തീർന്നിട്ടില്ല. എല്ലാ മാസവും റിലീസ് ഉണ്ട്. അടുത്തത് 90 കാണാൻ ഇമ്മോർട്ടൽ. ഓക്കെ, സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. GVPന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്ററാണ്. GVPയും കയാതു ലോഹറും പ്രധാന സിനിമയാണ് കേട്ടോ. മാരിയപ്പൻ ചിന്ന ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എൻ്റെ കയാതു ലോഹറിനെ 35 lakhs. പട്ടി. അടുത്തത് കുബേര. കുബേര സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്നാണ് വരുന്നത്. ഇന്നലെയായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരേണ്ടിരുന്നത്, പക്ഷെ അത് മാറ്റിവെച്ചു ഇന്നത്തേക്ക്. എപ്പോഴാ ടൈം ഒന്നും വന്നിട്ടില്ല, നമുക്ക് നോക്കാം. അതെന്താ ഒരു ടൈം വെക്കാത്തതാണ് ഞാൻ ആലോചിച്ചത്. ടൈം കൂടി വിട്ടൂടെ? പിന്നെ അത്രയും പറയുന്ന ആൾക്കാർക്ക് എന്താ സമയം കൂടി പറഞ്ഞ ഇത്ര പ്രശ്നം. എന്താണെങ്കിലും വിമാനാപകടം, അതുകൊണ്ടാണ് ഇന്നലത്തെ ഇത് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇന്നലെ പല സംഭവങ്ങളും അതേപോലെ വരേണ്ടതൊക്കെ സിനിമേന്റെ മാത്രമല്ല മറ്റുള്ളത് പല സംഭവങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പോ, അത് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ, ഓരോ ഫാമിലിന്റെ ഫോട്ടോസ് കാണുമ്പോൾ സെൽഫി ഒക്കെ. അടുത്തത് സന്തോഷ് ട്രോഫി. കുബേര സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ. അത് ശരിയാണല്ലോ. ആരാ? നമ്മുടെ ദുൽഖർ സൽമാൻ, വേഫർ ഫിലിംസ്. ഓക്കെ, കൊള്ളാം. സന്തോഷ് ട്രോഫി സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബറിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. വിപിൻ ദാസ് പൃഥ്വിരാജ് കോംബോ അടിപൊളിയാട്ടെ. അതായത് ഗുരുവായൂർ അമ്പലം നട. പക്ഷെ ഫസ്റ്റ് ഹാഫ് വരെ കീടിലായിരുന്നു. ശേഷം സോറി, ഞങ്ങളങ്ങനെ പറയാം ആൾട്ട് പരിപാടി. നിങ്ങളവിടെ പറയാറുണ്ട്? ഇല്ലല്ലോ. അങ്ങനെ പറയാറുണ്ടാവോ? ഇല്ലല്ലേ? ഉണ്ടാവുമായിരിക്കും. എന്താ അൾട്ട് പരിപാടി അല്ലേ, അങ്ങനെ ചോദിക്കാറുണ്ടോ? പിന്നെ ഓക്കെ, അടുത്തത് ജയിലർ 2 സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ മൈസൂരിൽ തുടങ്ങാൻ പോവാണ്. ജൂൺ 19 അല്ലെങ്കിൽ ജൂൺ 20 തുടങ്ങും. ഓക്കെ, ജൂൺ 19. കേരളത്തിലുള്ള എല്ലാം കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോയതാ. ലാലേട്ടന് എത്ര അത്യാവശ്യം നല്ലുണ്ട് അല്ലേ? 15 ദിവസമോ അത്ര കണ്ടാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സൂര്യ 45 സിനിമയുടെ ടൈറ്റിൽ ടീസർ ജൂൺ 20 വരും എന്നാണ് കേൾക്കുന്നത്. ബാലാജിയുടെ ബർത്ത്ഡേ ആണെന്ന്, ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട്. വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് എന്തായാലും ഉടൻ സൂൺ അതിന്റെ അതെന്തായാലും ഉണ്ടാവും. ഇതിനു മുമ്പ് അങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ട്രാക്കിൻ്റെ അത് കാണിക്കും. ഓക്കെ, നമ്മുടെ എംബുരാന്റെ പോലും ഇങ്ങനെ ട്രാക്കിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ആസാദി. ഓക്കെ, ആസാദി സിനിമ OTT-ലേക്ക് വരും ജൂൺ 27 മനോരമ മാക്സിൽ. നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം ചെയ്ത സിനിമയാണ്. ശ്രീനാഥ് ബാസിയും ലാലും പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അഭിപ്രായം നേടിയിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, അടുത്തത് കണ്ണപ്പ സിനിമയുടെ തമിഴ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ശക്തി ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 27 ജൂൺ 27 സിനിമ റിലീസ് നടത്തുന്നത്. ഓക്കെ, അടുത്തത് ബേസിൽ ജോസഫ് അല്ലു അർജുൻ മൂവി. അതായത് മല്ലു അർജുൻ. ഇപ്പൊ ശരിക്കും മല്ലു അർജുൻ ആവാൻ പോവാണ്. ബേസിലും കൂടി വന്നാൽ മല്ലു അർജുനായി. ബേസിൽ ഒരു ചെറിയ ഒരു ലോങ് ഗ്യാപ്പ് എടുക്കാൻ പോവാന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഓഹോ, റൂമറുകളാണ് അതിന്റെ ഇടയ്ക്ക്. ശക്തമായ റൂമർ. അതെ, ശക്തിമാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പായി തോന്നുന്നു. അതെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അത് നടക്കും തോന്നണില്ല. എന്തായാലും അല്ലു അർജുനെ വെച്ച് സൂപ്പർ ഹീറോ മൂവിയൊക്കെ ചെയ്താൽ പൊളിക്കും.
പൊളിയായിരിക്കും. എന്തായാലും അറ്റ്ലി മൂവി ഫാന്റസി മൂവിയാണ്. ഇതൊരു സൂപ്പർ ഹീറോ പവർ ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ടച്ച് ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുണ്ടെങ്കിൽ മേ ബി സൂപ്പർ ഹീറോ മൂവി ആയിരിക്കില്ല. അതൊരു സത്യം. കാരണം തുടർച്ചയായിട്ട് സൂപ്പർ ഹീറോ മൂവീസ് വരുമല്ല, സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ബേസിൽ ജോസഫ് പോളിക്കും അല്ലു അർജുനും കിട്ടിയ കുറച്ച് ക്യാഷും കൂടി കൊടുത്താലേ വേറെ ലെവല് പണലായിരിക്കും. അടുത്തത് പിടിച്ചോ, ദൃശ്യം 3. ഓ ജിത്തു ജോസഫ്, ഓളേ ലാലേട്ടൻ ഇതാ വരുന്നു വീണ്ടും. എന്താണെങ്കിലും ആൾ ഇന്നലെ ഇട്ടൊരു സ്റ്റോറി ഇന്നലെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ. ഞാനത് കണ്ടപ്പോഴേ ഞാൻ ഒരാളുടെ അവസ്ഥ ആലോചിച്ച്. ആരുടെ അവസ്ഥ? അജയ് ദേവ്ഗൺ. സത്യം അച്ചടോ. അപ്പൊ ശരിക്കും നീ കൊടുക്കൂല, ഇനി കിട്ടൂല, ഇനി ഞങ്ങളുടെ സ്ക്രിപ്റ്റ് തരില്ല, ഇനി ഞങ്ങള് ഹിന്ദിയിൽ ഇറക്കിക്കോളാം. നിങ്ങളെ ആൾറെഡി എന്തോ ഉണ്ടാക്കാന്നുണ്ടായിരുന്നില്ല, അത് വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി. മറ്റേ നമ്മുടെ തുടരും സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരിക്കും, അവർ തെറ്റിദ്ധരിച്ചാ തോന്നുന്നത്. അതാ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ദൃശ്യം 3 ആണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആളുടെ സ്റ്റോറി ഇതാണ്. ആ സ്റ്റോറി ഇട്ടിരിക്കുന്നതിനകത്ത് സ്ക്രിപ്റ്റ് ബോർഡ് കാണുന്നുണ്ട്. സീൻ 24 ജോർജ് കുട്ടി വീട്. നൈറ്റ് ആണ്, എക്സ്റ്റീരിയർ ആണ് ഷൂട്ട് നടക്കുന്നത്, പുറത്ത്. അതായത് ആ ഒരു സ്ക്രിപ്റ്റിലുള്ള സാധനമാണ് ഷൂട്ട് നടക്കുന്നതല്ല, ആ സീന് പുറത്ത് വെച്ചിട്ടാണ് ഷൂട്ട് നടക്കാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ ഓർ ഒക്ടോബർ. പോരെ, സന്തോഷമായില്ലേ? അതായത് ഈ 24ാമത്തെ സീനിൽ മിക്കവാറും എന്തെങ്കിലും കുഴിച്ചെടുക്കുന്നതായിരിക്കും വീടിന് പുറത്ത്. അല്ലെങ്കിൽ നല്ലൊരു മഴയും കൂടി, അല്ലെങ്കിൽ പഴയത് വല്ലതും അല്ല, പഴയത് തോണ്ടിയതാണല്ലോ, ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. അതന്നെ തോണ്ടിയത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അതും ശരിയാ. നിങ്ങളുടെ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ ജോർജ് കുട്ടി ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണ് കുഴിച്ചിട്ടെന്ന്? തൂമ്പയും കൊണ്ട് പോണ മാത്രമല്ല കാണിച്ചിട്ടുള്ളൂ. അതാണ് ചേമ്പ് കളക്കാൻ വേണ്ടി പോയതായിരിക്കും സ്റ്റേഷന്റെ ഉള്ളിൽ. സ്റ്റേഷന്റെ ഉള്ളിൽ ചേനയായിരിക്കും, ചേനെങ്കിൽ ചേന. ഓക്കെ. അല്ലെങ്കിൽ DNA ഇട്ടൂലേ? നിങ്ങളെ ചിന്തിച്ചു നോക്ക്. അതൊരു സത്യം. എല്ലിൽ നിന്ന് മാത്രമാണോ DNA ഇട്ടുക? ഒരു ബോഡി കത്തിക്കരിഞ്ഞാൽ എവിടുന്ന നമുക്ക് DNA ഇട്ടാന്ന് അറിയോ? പല്ലില്ലേ, പല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള അദ്ദേഹം നിന്നാണ് എടുക്കുക. അപ്പോൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഈ ഇത്ര ബോഡി ഇത്രയും അഴുകി, അതായത് മണ്ണിൻ്റെ ഉള്ളിൽ കടന്ന അഴുകിയ ഒരു സ്ഥലത്ത് നിന്ന് ആ മണ്ണിൽ നിന്ന് എന്തൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടും? തീർച്ചയായിട്ടും. മുടി എത്ര അങ്ങനെ കിട്ടും? മുടിയൊന്നും അതാ മണ്ണിലല്ലേ കിട്ടുക. കൊണ്ടുപോയിരിക്കുന്നത് വെറും സ്കെൽറ്റൻ അല്ലേ? അതും മൊത്തത്തിൽ അത് കുറച്ചൊക്കെ ദ്രവിച്ച രീതിയിലാണ്. അതെ 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 അതെ, അത് തന്നെ. എന്നാലും എന്തായിരിക്കും എവിടെ? അതിന് അതിനും കാര്യമുണ്ട്. അതായത് അതും വേറൊരാളുടെ അസംഷൻ അല്ലേ? അതെ, അത് മറ്റൊരാൾ പറയുന്ന സംഭവമാണല്ലോ. അവിടെ അത് നടന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ അപ്പോഴും. അപ്പൊ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അല്ലെങ്കിലും 3ൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ജിത്തു ജോസഫിന് 3ാം ഭാഗത്തുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അധികം പറയുന്നില്ല. കഴിഞ്ഞായിരുന്നോ? ഒന്നും വരുന്നില്ലല്ലോ. റിയാക്ഷൻ അപ്പുറന്ന് വരുന്നില്ലല്ലോ. ഞാൻ ഇടേണ്ട സാധനമൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് വീഡിയോ ചെയ്യുമ്പോൾ കണ്ടാൽ മതി. എൻ്റെ പൊന്നെ, എടുക്ക്, പോവാ. കിഴിയൊക്കെ എടുത്തോ, പോവാ. എനിക്ക് വയ്യ, ഞാൻ തളർന്നാകെ. എന്റെ പൊന്നു, എന്തേ സത്യല്ലടാ. അതെ, അഖിൽ സത്യന് മറ്റേ ഗോസ്റ്റ് സ്റ്റോറിന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചിലപ്പോ ജിത്തു ജോസഫ് നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞുവിടായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അയ്യോ, അഖിൽ സത്യന് ഞങ്ങൾ പറഞ്ഞു പോകത്തില്ലടാ, ആ കോമഡി ആയിട്ടുള്ള രീതി പറഞ്ഞാണേ. ഇനി അതിന് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കേ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അടുത്തത് ടിക്കി ടാക്ക. വാവ്, ടിക്കി ടാക്ക സിനിമ. രോഹിത് വിയാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഈ സിനിമയിൽ നസ്ലൻ ഉണ്ടായിരുന്നു. നസ്ലനെ ഒഴിവാക്കിയെന്നും, അതായത് നസ്ലന് ഈക്വൽ ഇമ്പോർട്ടൻസ് റോള് വേണം, പിന്നെ ആസിഫ് അലിക്ക് കൊടുക്കുന്ന അതേ സാലറി വേണം എന്നും ആവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ ആളെ ഒഴിവാക്കിയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രചരിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയോ, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തിനാണ് എനിക്കറിഞ്ഞൂടാ. അതായത് ജിംഖാന സിനിമയുടെ റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു ആ മറ്റേ ഇതിന് സപ്പോർട്ട് ചെയ്തില്ലേ, നമ്മുടെ ഗാലിബ് റഹ്മാൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് ശേഷം നസ്ലിന് ഫുള്ള് നെഗറ്റീവാണ്. എങ്ങനെ എന്ത് പറഞ്ഞാലും കരുതി കൂട്ടി അതിനായിട്ട് അതിങ്ങനെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീണ് പോയാലും അത് കാര്യമാക്കാതെ വിടുന്നൊരു പരിപാടിയുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഇതിനായിട്ട് ഒരു ടീം ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കാര്യമാക്കും. അതിന് എഡിറ്റിങ് വരും, അതിൽ മ്യൂസിക് വരും, എന്നിട്ട് അത് പുറത്ത് വരും.
അപ്പോൾ അതുപോലെ സംഭവിക്കുന്നുണ്ട്. പോസ്റ്റ് ഒക്കെ ഭീകരമായിട്ട് ആൾക്കെതിരാണ്. യെസ്. എന്തായാലും ഇതിൽ നിന്ന് ആൾ പുറത്തൊന്നല്ല എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് ടിക്കി ടാക്ക സിനിമയുടെ എഴുത്തുകാരൻ നിയോഗ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. യെസ്. പിന്നെ ഹാഷ്ടാഗ് ഇതാണ്, അതായത് ഹേറ്റേഴ്സ് എന്നും ഹേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതത്രേ ഉള്ളൂ. എന്താണെങ്കിലും ആള് ഇതുവരെ പുറത്തൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈക്വൽ റോൾ കൊടുക്കണ്ടേ നസ്ലിന്? അതെന്താ കൊടുക്കണ്ടായിക? അന്നത്തെ സാലറിന്റെ കാര്യം അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ്, അത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളിപ്പോൾ പ്രേമലു 2 ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു സിനിമ സെറ്റാക്കി, ആ സമയത്തുള്ള റോള് പോലെ ആയിരിക്കുമോ അടുത്തത് ഇപ്പോൾ വരുമ്പോഴുള്ള റോള്? അത് വ്യത്യാസം ഉണ്ടാവും. അത് ശരിയാവുമോ? നമ്മളെന്നെ അറിയില്ല എന്തിനാ റോള് ചെയ്തത്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന നമ്മൾ അതിൻ്റെ റിവ്യൂ ഇട്ടതാ, നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഹസ്ബൻഡ് അതിൽ പോയി ചെയ്തത്, നായകനായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ഭയങ്കര നിരാശപ്പെട്ട ഒരു സിനിമയാണ്. ഇനിയിപ്പം അതുമല്ല കളക്ഷൻ, കാരണം കൊണ്ട് ഇനിയിപ്പോ ഒരു കളക്ഷൻ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പോലും നസ്രാൻ അവിടെ ആസിഫ് അലിക്കൊന്നും ഇതുവരെ ഒരു 100 കോടി അടിക്കാൻ പറ്റിയിട്ടില്ല. അഭിനയം കാര്യത്തിന്റെ അല്ല കേട്ടോ ഞാൻ പറയണത്. ഇങ്ങനത്തെ അതായത് കളക്ഷനൊക്കെ നോക്കിയിട്ട് ഒരാളെ കൊണ്ട് റേഞ്ച് വെച്ചിട്ട് ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നസ്രാൻ തന്നെയാണ് മുകളില്. തീർച്ചയായും അതിനകത്ത് ബാക്കിയുള്ള എങ്ങനെയൊക്കെ അഭിനയിക്കുന്നു എന്നുള്ളതല്ല നോക്കുന്നത്, അല്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാൾക്ക് വേണ്ടതായ മമ്മൂക്കയെക്കാളും വലിയ നടനാണോ വിജയ്? ഒരിക്കലും അല്ല. പക്ഷെ ആളുടെ റേഞ്ചാണ്, റേഞ്ച് എവിടെയാണ് ആ രീതിയിൽ. അതായത് നസ്ലിന്റെ റേഞ്ച് ആസിഫലിന്റെ മുകളിലുണ്ട്. തീർച്ചയായിട്ടും ആളെ കൂട്ടാനുള്ള കഴിവ് കുറച്ച് കൂടുതലുണ്ട്. യൂത്തിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന ആള് തന്നെയാണ് നസ്ലൻ. അപ്പൊ ആ രീതിയിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നത് തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ ഓരോരുത്തരും അവരവരുടെ നമ്മൾ തന്നെ പറയുന്നത് നമ്മൾ തന്നെ ഇരുന്നിട്ട് എന്തിനാണ് നസ്ലൻ ഇത് ചെയ്തതെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ആള് പറയാണ് ഇതിന് മുൻപ്, അതായത് പ്രേമലൂരിന്റെ മുമ്പ് കമ്മിറ്റ് ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു പരിഗണനയും കിട്ടൂല. അത്രേ ഉള്ളൂ. അടുത്തത് സൂര്യ 46. ഓക്കെ. GVPന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ. ഓക്കെ കാണിച്ചു കൊടുക്കേ. ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാണിക്കുന്നുണ്ടാ? നീ പലതും കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഓക്കെ കാണിച്ചു തരാനുള്ളത് ആർക്കായിരിക്കും അറിയോ? ജീത്തു ജോസഫിന് മിക്കവാറും കാണിച്ചു തരാട്ടോടാന്ന് പറയും. അപ്പൊ എന്താണ് കിഴി എപ്പിസോഡ് കൊടുത്തിരുന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.